പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. 43 സങ്കീർത്തനം 3 വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കായി നമ്മളിവിടെ ആയിരിക്കണം. എന്താണ് ആ വാക്യത്തിന് നമ്മോട് പറയാനുള്ളത്? നിന്റെ പ്രകാശവും, അല്ലെങ്കിൽ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ പ്രകാശവും സത്യവും എനിക്ക് ആവശ്യമാണ്, അതയച്ചു തരണം. ദൈവത്തിൻ്റെ പ്രകാശം, അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവാണ്. ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കണം. 43 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത്? 2 വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എൻ്റെ ശരണമാണ്, പക്ഷേ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? ദാവീദിന് ആ വിഷയത്തിലൊരു വെളിച്ചം വേണം. ആ വിഷയത്തെക്കുറിച്ച് തനിക്ക് ഒരു പ്രകാശമുണ്ടാകണം. എന്നെ ദൈവം തള്ളിക്കളഞ്ഞോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് തനിക്കൊരു വെളിപ്പാടുണ്ടാകണം. ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് തനിക്കൊരു വെളിച്ചമുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വെളിച്ചം വരുമ്പോഴാണ് നാം ശരിയായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിജസ്ഥിതി ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയുമ്പോഴാണ്. ഇന്നൊരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ ഇരുട്ടിലായതുപോലുള്ള അവസ്ഥയിലാണെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് സാമ്പത്തികമായ നിങ്ങളുടെ തകർച്ച, ഇന്ന് രാവിലെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തിക്കുന്ന അവസ്ഥകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ത് തന്നെയാണെങ്കിലും ചുറ്റും ഇരുട്ടാണ്. എങ്ങനെ ഈ കാര്യങ്ങളുടെ പിന്നിലെ യാഥാർത്ഥ്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിന് എനിക്ക് ദൈവത്തിൻ്റെ വെളിച്ചം ഇന്ന് രാവിലെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വെളിച്ചം അയച്ചു തരുവാനിടയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കണം. കാര്യങ്ങളെ ശരിയായി കാണുവാൻ ദൈവത്തിൻ്റെ പ്രകാശം വരണം. 19 സങ്കീർത്തനം 8 വാക്യം പറയുന്നു, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായവ, അവ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. അരാം സൈന്യം ഏലിശയെ പിടിക്കാനായിട്ട് വന്ന് പർവ്വതത്തിൻ്റെ ചുറ്റും ആയിരിക്കുമ്പോൾ, മല മുഴുവനും വളഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രവാചക ശിഷ്യനായ ഏലിശ രാവിലെ നോക്കിയപ്പോൾ അരാം സൈന്യത്തെ കണ്ട് പ്രവാചക ശിഷ്യനായ ഗേഹസി ഭയപ്പെട്ടു, പേടിച്ചുപോയി. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലുള്ള വെളിച്ചം, അവൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ, ജീവിതം തീർന്നു, ശത്രു സൈന്യത്താൽ വളയപ്പെട്ടു എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രവാചകനായ ഏലിശ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടയാളായിരുന്നു, ഹൃദയക്കണ്ണുകൾ തുറന്നയാളായിരുന്നു, ദൈവത്തിൻ്റെ പ്രകാശത്തെ, ദൈവത്തിൻ്റെ വെളിപ്പാടിനെ സ്വീകരിച്ചയാളായിരുന്നു. അതുകൊണ്ട് ഏലിശയ്ക്ക് ഭയമില്ല. ഏലിശ ഗേഹസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗേഹസിയുടെ കണ്ണ് തുറന്നു. ഗേഹസി കണ്ട കാഴ്ച
അരാം സൈന്യത്തിൻ്റെ പടയാളികളെയല്ല, അവരുടെ സൈന്യത്തെയല്ല, പകരം അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് ദൈവത്തിൻ്റെ സൈന്യം ഏലിശയ്ക്ക് ചുറ്റും പർവ്വതത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ വെളിപ്പാടിൻ്റെ കാഴ്ച ഗേഹസി കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കാണുന്നതല്ല യഥാർത്ഥ സത്യം. ദൈവത്തിൻ്റെ വെളിപ്പാടാണ് ശരിയായ സത്യത്തെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത്. നിങ്ങളിന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക്, നിങ്ങളിന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറം ഒരു കാഴ്ചയുണ്ട്. അത് ദൈവത്തിൻ്റെ വെളിപ്പാടിൽ മാത്രം കാണാൻ പറ്റുന്നതാണ്. നിങ്ങളിന്ന് നിങ്ങളുടെ ദുരിതത്തെ കാണുന്നു, നിങ്ങളുടെ പ്രതിസന്ധികളെ കാണുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാം കാണാൻ തുടങ്ങുമ്പോൾ അതിനപ്പുറം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിടുതലിൻ്റെ കരത്തെ, അത്ഭുതങ്ങളെ, ദൈവപ്രവൃത്തിയെ കാണാൻ നമുക്ക് വെളിച്ചം ആവശ്യമാണ്. ആ വെളിച്ചം ദൈവം നമുക്ക് തന്നേ പറ്റൂ. ദൈവത്തിൻ്റെ വെളിച്ചമാണ്. രണ്ടാമത് അവിടെ പറയുന്നു സത്യം. ദൈവമേ, നിൻ്റെ സത്യം എനിക്ക് അയച്ചു തരണം. സമാന ചിന്ത തന്നെയാണ്. നമ്മൾ കാണുന്ന പലതും സത്യമല്ല, നമ്മൾ ചിന്തിക്കുന്നത് പലതും സത്യമല്ല. സത്യം ദൈവത്തിങ്കൽ എന്ന് പറയണം. ആ സത്യം നമ്മുടെ കർത്താവാണ്. കർത്താവിലാണ് സത്യം. സത്യം എന്ന വാക്കിന് അലേത്വയ എന്ന് പറയുന്നൊരു പദമാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്തിലാണോ യാഥാർത്ഥ്യമുള്ളത് അതാണ് സത്യം. നമ്മൾ കാണുന്ന പലതുമല്ല സത്യം, യാഥാർത്ഥ്യമാണ് സത്യം. പലതും യാഥാർത്ഥ്യമല്ല, മായക്കാഴ്ചകളാണ്, താൽക്കാലിക കാഴ്ചകളാണ്, നിത്യവെളിപ്പാടിൻ്റെ കാഴ്ചകളാണ് സത്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് സത്യം. ഈ സത്യം അറിയണം. ഇന്ന് നിങ്ങൾ ദുരിതമായി കാണുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ കഷ്ടതയായി കാണുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്തൊരു സത്യമുണ്ട്. അതിലൂടെ ദൈവത്തിന് ചില പ്രവൃത്തികളുണ്ട്. സകലത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് യഥാർത്ഥ സത്യം. ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്കാൾ അപ്പുറം ആ സത്യത്തിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ചെല്ലേണ്ടത്. ആ സത്യം നമ്മൾ അറിയണം. ആ സത്യം, കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം, ദൈവത്തിൻ്റെ സത്യം, കാര്യങ്ങളിലെ യാഥാർത്ഥ്യം. കഷ്ടത ഒന്നിൻ്റെയും അവസാനമല്ല, കഷ്ടതയൊന്നിൻ്റെയും ജീവിതത്തിൻ്റെ അന്ത്യമല്ല. കഷ്ടതയ്ക്കപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിൽ ഈ സത്യം മനസ്സിലാക്കുന്നവരാണ്. പൗലോസ് പറഞ്ഞു, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. കാര്യം എന്താ? പൗലോസിന് സത്യം അറിയാം. ഈ കാലത്തിലെ കഷ്ടങ്ങൾ താൽക്കാലികമാണ്. നിത്യസന്തോഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതെത്രയോ ലഘുവാണ്, ലളിതമാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യം നമുക്ക് അയച്ചു തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്താൽ നമ്മെ വിശദീകരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ സത്യത്തിൽ ദൈവം നമ്മെ നടത്തട്ടെ. നമ്മളിന്ന് കാണുന്നതും നമ്മളിന്ന് അനുഭവിക്കുന്നതുമല്ല ശരിയായ കാര്യം. അത് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ കാണണം. ദൈവത്തിൻ്റെ സത്യത്തിൽ കാര്യങ്ങളെ വിലയിരുത്തണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാകുന്നത്. ദാവീദ് സങ്കീർത്തനം തുടങ്ങുമ്പോൾ അനിശ്ചിതത്വത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ പ്രകാശത്തിനും സത്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച ദാവീദ് ആ സത്യവും ആ വെളിപ്പാടും വന്നു കഴിഞ്ഞപ്പോൾ പറയുക, ഞാൻ ദൈവത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദുഃഖിച്ച് നടന്നവനാണ്. ശത്രുവിൻ്റെ ഉപദ്രവം ഖേദമായി ദുഃഖിച്ച് നടക്കുകയും ദൈവം കൈവിട്ടുവെന്ന് പരാതിയും പരിഭവവും പറഞ്ഞവനാണ്. പക്ഷേ ഇപ്പോൾ പറയുക, ഞാൻ ആ സത്യം വന്നപ്പോൾ, ആ വെളിപ്പാട് വന്നപ്പോൾ, ആ സത്യം അറിഞ്ഞപ്പോൾ പരമാനന്ദമായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. തന്നോട് തന്നെ പറയുക, എൻ്റെ ആത്മാവേ, 5-ാം വാക്യം, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷിയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ പ്രകാശം വന്നപ്പോൾ, ദൈവത്തിൻ്റെ സത്യം വന്നപ്പോഴുള്ള മാറ്റമാണ്. ഇന്ന് ഈ തിരുവെടുത്ത് കേട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെന്താ വേണ്ടത്? ദൈവത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണണം. നമുക്കെന്താ വേണ്ടത്? കാര്യങ്ങളുടെ യഥാർത്ഥ സത്യം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം തരണം, അത് ദൈവം അയച്ചു തരണം. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ വെളിപ്പാടും സത്യവും ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെ തകർക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ വെളിപ്പാടിലേക്ക്, ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് ഞങ്ങൾക്ക് നയിക്കപ്പെടണം. ഞങ്ങളുടെ വെളിച്ചവും ഞങ്ങളുടെ സത്യങ്ങളുമൊക്കെ ശരിയല്ല. പലപ്പോഴും അത് അപൂർണമാണ്. അത് ഞങ്ങളെ വേദനപ്പെടുത്തുന്നു.
ആ സത്യങ്ങൾ ഞങ്ങൾ അറിയുന്ന, ഞങ്ങൾ ചിന്തിക്കുന്ന ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും സത്യമെന്ന് ധരിക്കുന്ന കാര്യങ്ങളും ഞങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ശരിയായ ദൈവത്തിൻ്റെ വെളിപ്പാടും ശരിയായ ദൈവത്തിൻ്റെ സത്യത്തിലേക്കും ഇത് രാവിലെ ഞങ്ങളെ നയിക്കണമേ. അത് ഞങ്ങളുടെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.